ഹായ് ഓൾ, ഞാനിത് നിങ്ങൾക്ക് സ്പാർസ് മെട്രിക്സിൻ്റെ അഡീഷനാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പോയിൻ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു മെട്രിക്സിൻ്റെ സ്പാർസ് റെപ്രസെൻറ്റേഷനാണ്. അതിൻ്റെ ഒറിജിനൽ മെട്രിക്സാണ് നമ്മളിവിടെ താഴെ കാണുന്നത്. ഈ ഒറിജിനൽ മെട്രിക്സ് എന്ന് എഴുതിയിരിക്കുന്നതാണ് നമ്മുടെ ശരിക്കുള്ള മെട്രിക്സ്. അപ്പോൾ ഈ മെട്രിക്സ് നമ്മൾക്കറിയാം സ്പാർസ് മെട്രിക്സ് ആണ്. മോർ നമ്പർ ഓഫ് സീറോസ് ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഈ സീറോ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിനെ ഈ ടപ്പിൾ ഫോമിൽ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെപ്രസെൻറ്റേഷനൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെയാണെന്നറിയാം. അതുപോലെ രണ്ടാമത്തെ മെട്രിക്സ് ഈസ് ദെയർ. ദിസ് മെട്രിക്സ് ഈസ് നോൺ ആസ് ദ മെട്രിക്സ് ബി. And this matrix is known as matrix A, and the resultant matrix, അതായത് നമ്മൾ സമ്മ് കണ്ടുപിടിച്ചതിന് ശേഷം വരുന്ന മെട്രിക്സ് ഈസ് സി. അപ്പോൾ ഈ ബിയുടെ ഒറിജിനൽ മെട്രിക്സ് ഇതാണ്. നമ്മുടെ റിസൾട്ട് വരുന്ന മെട്രിക്സ് ആണ് സി. അതിൻ്റെ ഒറിജിനൽ മെട്രിക്സ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ പോയിൻ്റ് ചെയ്തിരിക്കുന്നതാണ് ഒറിജിനൽ മെട്രിക്സ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഒറിജിനൽ മെട്രിക്സിനകത്ത് നമ്മൾ ആദ്യം ഇവിടുന്നേ നമ്മൾ സ്കാൻ ചെയ്ത് തുടങ്ങും. അതായത് വി സ്റ്റാർട്ട് ഫ്രം ദിസ് റോ, ദാറ്റ് ഈസ് 0th റോ, ആൻഡ് വി വിൽ സീ ദിസ് നമ്പർ 0. ഈ 0 ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കും, പറ്റില്ല. ഈ 0 ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കും, പറ്റില്ല. ദിസ് വൺ ഒറിജിനൽ സ്ഥലത്ത് ഇവർ രണ്ട് സ്ഥലത്തും നമ്പറുണ്ട്. അതുകൊണ്ട് അവരെ തമ്മിൽ ആഡ് ചെയ്താണ് നമുക്കിവിടെ 3 കിടക്കുന്നത്. അതുപോലെ ഇവിടെ ഇനി നോക്കുമ്പോൾ ഈ ലൊക്കേഷൻ, അതായത് 03 എന്ന് പറയുന്ന ലൊക്കേഷനിൽ കറസ്പോണ്ടിങ് ആയിട്ട് എവിടെയും രണ്ട് മെട്രിക്സിലും എലമെൻ്റ് ഇല്ല. അതുകൊണ്ട് നമുക്ക് അവിടെ റിസൾട്ടിലും 0 ആയിരിക്കും. ഇവിടെ 0th റോ 4th കോളം, അതായത് 0th റോ 4th കോളത്തിൽ 3 എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. പക്ഷേ 0th റോ 4th കോളം ഇൻ ദ സെക്കൻഡ് മെട്രിക്സിൽ എലമെൻ്റ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ മെട്രിക്സിലെ ഈ എലമെൻറ്റിനെ അതേപോലെ തന്നെ എടുത്ത് നമ്മൾ റിസൾട്ടിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ഇനി അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് സെക്കൻഡ് ഈ റോ, ദിസ് റോ, ഇതിവിടെ ഫസ്റ്റ് റോ 0 കഴിഞ്ഞ് 1 ആയതുകൊണ്ട് ഈ റോ, ദിസ് റോ ഈസ് compared with the corresponding row in the second matrix, and the locations which are similar, if they both of them are having number, it will be added. അതാണ് നമ്മൾ ചെയ്യുന്നത്. if no number is there, nothing will be done, and if any of the matrix is having a number, that will be taken to the third matrix. അതായത് ഇവിടെയും ഇപ്പോൾ ഈ 4 കിടക്കുന്ന സ്ഥലത്ത് കറസ്പോണ്ടിങ് ആയിട്ട് ഈ മെട്രിക്സ് ബിയിൽ 4 ഏതെങ്കിലും ഒരു നമ്പറോ ഉണ്ടായിരുന്നെങ്കിൽ അവരെ തമ്മിൽ ആഡ് ചെയ്തിട്ട് റിസൾട്ട് എഴുതിയേനെ. പക്ഷേ ഇവിടെ എയിൽ മാത്രമാണ് എലമെൻ്റ് ഉള്ളൂ. അതുകൊണ്ട് ആ എലമെൻ്റ് അതേപോലെ തന്നെ എടുത്ത് എവിടെ വെക്കണം? റിസൾട്ട് മെട്രിക്സിൽ വെക്കും. അതായത് നമ്മുടെ ആഡ് ചെയ്ത് കിട്ടുന്ന മെട്രിക്സിൽ വെക്കും. അതല്ല, ഇപ്പോൾ ഈ മെട്രിക്സ് ബിയിലായിരുന്നു ആ എലമെൻറ്റ് കിടന്നിരുന്നതെങ്കിൽ ഈ എലമെൻറ്റിനെ, ഇവിടെ ഈ ലൊക്കേഷനിലുള്ള എലമെൻറ്റിനെ നമ്മൾ സി എന്ന് പറയുന്ന മെട്രിക്സിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്തേനെ. അങ്ങനെ എല്ലാ എലമെൻസും എല്ലാ റോയിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻസിനെ നമ്മൾ കമ്പയർ ചെയ്യും. എന്നിട്ട് നമ്മൾ റിസൾട്ടൻ മെട്രിക്സിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ ഒറിജിനലി ചെയ്യുന്നത്. പക്ഷേ കമ്പ്യൂട്ടറിന് അത് നമ്മൾ എഫിഷ്യൻറ്റ് സ്റ്റോറേജ് എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് സീറോസിനെ എല്ലാം എലിമിനേറ്റ് ചെയ്തിട്ട് നമ്മൾ എലമെൻറ്റ്സ് മാത്രമുള്ള ഈ മെട്രിക്സായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ രണ്ട് മെട്രിക്സും എയുടെയും ബിയുടെയും കറസ്പോണ്ടിങ് സ്പാർസ് മെട്രിക്സ് റെപ്രസെൻറ്റേഷനാണ് ടപ്പിൾ ഫോമിലുള്ള. എന്നിട്ട് അതിൻ്റെ ആഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടാണ് നമ്മൾ ഈ മൂന്നാമത്തെ സി എന്ന് പറയുന്ന മെട്രിക്സിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഈ ദിസ് പൊസിഷൻ, അതായത് 00 എന്ന് പറയുന്ന പൊസിഷനിൽ കിടക്കുന്നത് നമ്പർ ഓഫ് റോസ് ഇൻ ദ ഫസ്റ്റ് മെട്രിക്സ്. ദിസ് 00 ഇൻ ബി കണ്ടെയ്ൻസ് നമ്പർ ഓഫ് റോസ് ഇൻ ദ സെക്കൻഡ് മെട്രിക്സ്. ഈ ലൊക്കേഷനിൽ കിടക്കുന്നത് നമ്പർ ഓഫ് കോളംസ് ഇൻ ദ ഫസ്റ്റ് മെട്രിക്സ്, നമ്പർ ഓഫ് കോളംസ് ഇൻ ദ ഫസ്റ്റ് മെട്രിക്സ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്
ഈ രണ്ട് എലമെൻസുമായിട്ട് സിമിലർ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ മെട്രിക്സിനെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ഈ എലമെൻറ്റ് കാണിക്കുന്നത് എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്നാണ് ആ മെട്രിക്സിൽ. ഇത് കാണിക്കുന്നത് 4 എലമെൻറ്റ്സ് ആണ് രണ്ടാമത്തെ മെട്രിക്സിലുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് മെട്രിക്സിൽ നോക്കിയാൽ നമുക്കറിയാം 1 2 3 4 5 എലമെൻ്റ് ആണുള്ളത്. ആ 5ആണിത്. ഇതിൽ കണ്ടാൽ നമുക്കറിയാം 1 2 3 4 4 എലമെൻറ്റ്സ് ആണ് നമുക്ക് ആ മെട്രിക്സിലുള്ളൂ. എന്നിട്ട് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൊക്കേഷൻസ് ആദ്യം ഇവിടെ എഴുതും, ആ എലമെൻറ്റ് ഇവിടെ എഴുതും. അതുപോലെ രണ്ടാമത്തെ മെട്രിക്സിലും കറസ്പോണ്ടിങ് ലൊക്കേഷൻസ് ആണ് എഴുതുന്നത്. 0th row second column contains the element 1. 0th row second column contains the element 1. Here also 0th row second column contains the element 2. 0th row second column contains the element 2. അങ്ങനെ ബാക്കി എല്ലാ എലമെൻസിനെയും നമ്മളിവിടെ ആദ്യം റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ മെട്രിക്സിലെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഈ 0 2 കൂടെ നമ്മൾ നോക്കും. അപ്പോൾ ഈ 0 2 നമ്മൾ ബാക്കി എല്ലാം സ്കാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. 0 0 0 1 0 ഈ മെട്രിക്സിലുള്ള 0 0 0 1 0 2 0 3 അതെല്ലാം നോക്കിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കി വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഈ 0 2 എലമെൻ്റ് ഉണ്ടെന്ന് മനസ്സിലായി ഫസ്റ്റ് മെട്രിക്സിൽ. എന്നിട്ട് നമ്മൾ നോക്കും, സെക്കൻഡ് മെട്രിക്സ് നമ്മൾ നോക്കും. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0 2 ലൊക്കേഷനിലാണ് ആദ്യത്തെ എലമെൻറ്റ് വരുന്നത്. ബാക്കി രണ്ടിടത്തും എലമെൻ്റ് ഇല്ല. അതായത് 0 0 0 1 രണ്ട് മെട്രിക്സിലും എലമെൻ്റ് ഇല്ല. അപ്പം നമ്മുടെ കയ്യിൽ നോക്കുമ്പോൾ ഇവിടുത്തെ ആദ്യത്തെ എൻട്രി 0 2 ആണ്, ഇവിടുത്തെ ആദ്യത്തെ എൻട്രി 0 2 ആണ്. അപ്പോൾ നോക്കുമ്പോൾ രണ്ടും ഒരേ ലൊക്കേഷനാണ്. അപ്പോൾ നമുക്ക് 3 കേസാണുള്ളത്. രണ്ട് ഒരേ ലൊക്കേഷനിൽ വാല്യൂ ഉണ്ട്. രണ്ടാമത്തെ കേസ് ഒരു ലൊക്കേഷനിൽ മാത്രമേ വാല്യൂ ഉള്ളൂ, ഇതുപോലെ. അതായത് ഈ മെട്രിക്സിൻ്റെ ഈ ലൊക്കേഷനിൽ മാത്രമാണ് വാല്യൂ ഉള്ളൂ. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഈ മെട്രിക്സിൻ്റെ, അതായത് സെക്കൻഡ് മെട്രിക്സിൻ്റെ ലൊക്കേഷനിലാണ് വാല്യൂ ഉള്ളൂ. ഈ 6 കിടക്കുന്നത് എവിടെയാണ്? 2 2 എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് 6 ഉള്ളത്. പക്ഷേ ഇവിടെ 2 2 6 ഇല്ല. അപ്പം അങ്ങനത്തെ കേസിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ മെട്രിക്സിലുള്ള അതേ എലമെൻറ്റിനെ നമ്മൾ ഇവിടോട്ട് സ്റ്റോർ ചെയ്യും. ഇവിടെ ആണെങ്കിലോ, ഇവിടെ മാത്രമാണ് ലൊക്കേഷനിൽ വാല്യൂ ഉള്ളെങ്കിൽ ഈ 3നെ നമ്മൾ അതേപോലെ എടുത്ത് റിസൾട്ടിൽ നമ്മൾ സ്റ്റോർ ചെയ്യും. അതാണ് മൂന്നാമത്തെ കേസ്. അതായത് അങ്ങനത്തെ 3 കേസാണ് നമുക്ക് എപ്പോഴും കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ രണ്ട് കറസ്പോണ്ടിങ് ലൊക്കേഷനിൽ എന്തുണ്ട്? എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ രണ്ടിനെയും കൂടെ എന്ത് ചെയ്യും? നമ്മൾ ആഡ് ചെയ്യും. അതാണ് നമ്മുടെ 3 എന്ന് പറയുന്ന വാല്യൂ. ഇനി നമ്മൾ നോക്കും 0 3 നോക്കും. 0 3 എലമെൻ്റ് ഇല്ല. ഇനി 0 4 നോക്കും. 0 4 നോക്കുമ്പോൾ ആദ്യത്തെ മെട്രിക്സിൽ 0 4 എലമെൻ്റ് ഉണ്ട്. പക്ഷേ കറസ്പോണ്ടിങ് ആയിട്ട് 0 4 എന്ന് പറയുന്ന ലൊക്കേഷനിൽ ബിയിൽ എലമെൻ്റ് ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ എലമെൻറ്റിനെ നമ്മൾ അതേപോലെ ഇവിടെ എടുത്തെഴുതും. 0 4 എടുത്തെഴുതി, ആ എലമെൻ്റ് അങ്ങനെ തന്നെ എഴുതി. ഇനി അടുത്ത നമ്മൾ നോക്കും 1 0 നോക്കും. 0 4 കഴിഞ്ഞാൽ ഇനി അടുത്തത് 1 0 ആണ്. അപ്പോൾ 1 0 നോക്കുമ്പോൾ രണ്ടിടത്തും എലമെൻ്റ് ഇല്ല. ഇനി 1 1 നോക്കും, രണ്ടിടത്തും എലമെൻ്റ് ഇല്ല. 1 2 നോക്കും, രണ്ടിടത്തും എലമെൻ്റ് ഇല്ല. 1 3 നോക്കും, രണ്ടിടത്തും എലമെൻ്റ് ഇല്ല എന്നല്ല, ഈ മെട്രിക്സിൽ എലമെൻ്റ് ഉണ്ട്. അതായത് ഫസ്റ്റ് മെട്രിക്സിൽ 1 3 എലമെൻ്റ് ഉണ്ട്. പക്ഷേ കറസ്പോണ്ടിങ് ആയിട്ട് ബിയുടെ 1 3 എലമെൻ്റ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ എലമെൻറ്റിനെ അങ്ങനെ തന്നെ നമ്മളിവിടെ റിസൾട്ടിൽ എടുത്തെഴുതി. ഇനി നമ്മൾ 1 4 നോക്കും, അവിടെ രണ്ടിടത്തും എലമെൻ്റ് ഇല്ല. ഇനി നമ്മൾ 2ലേക്ക് നീങ്ങും. 2 0 നോക്കും, രണ്ടിടത്തും എലമെൻ്റ് ഇല്ല. 2 1 നോക്കും, അപ്പോൾ രണ്ടിടത്തും ഒരേപോലെ എലമെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 4ഉം 7ഉം നമ്മൾ ആഡ് ചെയ്ത് നമ്മൾ 11 എന്ന് എഴുതും. കറസ്പോണ്ടിങ് ലൊക്കേഷനിൽ 11 എന്ന് എഴുതും. അത് കഴിഞ്ഞ് നമ്മൾ 2 2 നോക്കും. 2 2 നോക്കുമ്പോൾ ഇവിടെ ഇല്ല, ഫസ്റ്റ് മെട്രിക്സിലില്ല, പക്ഷേ സെക്കൻഡ് മെട്രിക്സിലുണ്ട്. അപ്പോൾ നമ്മൾ 2 2 എന്ത് ചെയ്യും? നമ്മൾ ആഡ് ചെയ്ത് നമ്മൾ 2 2 അതേപോലെ തന്നെ എടുത്ത് റിസൾട്ടിൽ വയ്ക്കും. നമ്മൾ 2 3 നോക്കും. 2 3 നോക്കുമ്പം രണ്ടിടത്തും 2 3 ഇല്ല. ഇനി 2 4 നോക്കും, രണ്ടിടത്തും ഇല്ല. ഇനി നമ്മൾ അടുത്ത റോയിലേക്ക് വരും, 3ലേക്ക് വരും, ഇവിടെ വരും. 3 0 നോക്കും, അവിടെ എലമെൻറ്റ് രണ്ടിടത്തും ഇല്ല. 3 1 നോക്കും, എലമെൻറ്റ് രണ്ടിടത്തും ഇല്ല. 3 2 നോക്കുമ്പോൾ രണ്ടിടത്തും എലമെൻ്റ് ഉണ്ട്. അപ്പോൾ 3 2 6ഉം 3 2 3ഉം ആണ് ഇരിക്കുന്നത് രണ്ടാമത്തെ മെട്രിക്സിൽ. അപ്പോൾ 6 + 3 9 നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് വയ്ക്കും. പിന്നെ ബാക്കിയുള്ള എലമെൻറ്റ്സ് ഒന്നുമില്ല, ബാക്കിയുള്ളിടത്ത് എലമെൻറ്റ്സ് ഒന്നുമില്ല. അങ്ങനെയാണ് നമ്മുടെ ഈ റിസൾട്ടൻറ്റ് മെട്രിക്സ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതാണ് ശരിക്കും അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്.
ഇനി നമ്മൾ അതിനെങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാമിൽ വന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പ്രോഗ്രാമിൽ നമ്മൾ എടുക്കുമ്പോൾ ദിസ് ഈസ് ദ അൽഗോരിതം ഓർ ദ സൂഡോ കോഡ് ആക്ച്വലി. ഇതിനകത്ത് നമ്മൾ ആദ്യം കുറേ എലമെൻസിനെ നമ്മൾ വേരിയബിൾസിനെ നമ്മൾ ആദ്യം ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് ദ വേരിയബിൾ R1, അതായത് റോ 1 ആണ് R1. റോ 1 എന്ന് പറയുന്നതാണ് A00. A00 എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് മെട്രിക്സിൻ്റെ സ്പാർസ് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ആണ്. അതാണ് R1 A00. A00യിൽ എന്തായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്? 4 ആണ്. ഇനി കോളം 1 എന്ന് പറയുന്നത് A01 ആണ്. A01 എന്താണ്? 5 ആണ്. അത് കഴിഞ്ഞിട്ട് റോ 2 R2യിൽ B00 എന്ന് പറഞ്ഞാൽ നമ്മുടെ 4 ആണ്. ഇനി C2 എന്ന് പറയുന്നത് കോളം 2 എന്ന് പറയുന്നത് സെക്കൻഡ് മെട്രിക്സിൻ്റെ കോളമാണ് ഈ പറയുന്നത്. B01ൽ നിന്ന് നമുക്കത് കിട്ടും. അതെത്ര? 5 ആണ്. ഇനി നമ്മൾ പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണ്? നമ്മൾ നോക്കേണ്ടത് ഈ രണ്ട് നമ്പേഴ്സും സെയിം ആണോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അഡീഷണൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം നോക്കണം R1 ഈസ് ഈക്വൽ ടു R2, R1 നോട്ട് ഈക്വൽ ടു R2 ഓർ C1 നോട്ട് ഈക്വൽ ടു C2. R1 ഇത് നോട്ട് ഈക്വൽ ടു ആണ് കേട്ടോ. R1 നോട്ട് ഈക്വൽ ടു R2 ഓർ ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ R1 നോട്ട് ഈക്വൽ ടു R2 ഓർ C1 നോട്ട് ഈക്വൽ ടു R2. ഇതിലേതെങ്കിലും ഒന്ന് കണ്ടീഷൻ ഫെയിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻകമ്പാറ്റബിൾ ആണ്. അപ്പോൾ രണ്ട് കണ്ടീഷനും സൈമൾട്ടേനിയസ്ലി സെയിം ആയാൽ മാത്രമാണ് നമുക്ക് മെട്രിക്സ് അഡീഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ, സ്പാർസ് മെട്രിക്സ് അഡീഷൻ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ എൽസ് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ C00യിലേക്ക് A00 എടുത്തു വെച്ചു, C01ലേക്ക് A01 എടുത്തു വെച്ചു. ഓർ നമുക്ക് C00യിലേക്ക് B00 വേണമെങ്കിൽ എടുത്തു വയ്ക്കാം. അതായത് കമ്പാറ്റബിൾ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം രണ്ട് മെട്രിക്സിൻ്റെയും റോയും കോളവും സെയിം ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മെട്രിക്സിൻ്റെ റോയും കോളവും ആയിരിക്കുമല്ലോ റിസൾട്ടൻ്റ് മെട്രിക്സിലും വരുന്നത്. അതായത് സം ചെയ്ത് കിട്ടുന്ന മെട്രിക്സിലും വരുന്ന വാല്യൂ ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ C00യിലേക്ക് ഒന്നിൽ A00യിൽ ഇരിക്കുന്ന വാല്യൂ, അതായത് റിസൾട്ട് മെട്രിക്സിൽ വരുന്നത് 4, 5 ആണ്. അപ്പോൾ ഒന്നി ഈ 4, 5 എടുത്ത് ഇവിടെ വയ്ക്കാം, അല്ലെങ്കിൽ ഈ 4, 5 എടുത്ത് ഇവിടെ വയ്ക്കാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന്. ഇപ്പോൾ ഇവിടെ A ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ C00യിലേക്ക് A00 എടുത്ത് വെച്ചു, C01ലേക്ക് A01 എടുത്ത് വെച്ചു. എന്നിട്ട് നമ്മൾ M1, N1, K1 എന്ന് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി നമ്മൾ M = 1, N = 1, K = 1 എന്ന് പറഞ്ഞ വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്തു. ഇനി I = 0 to റോ 1 - 1, J = 0 കോളം 1 - 1 വരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ മെട്രിക്സിനെ നമുക്ക് നമ്മൾ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുവാണ്. നമ്മൾ 3 കേസസ് പറഞ്ഞായിരുന്നല്ലോ, ആ 3 കേസസ് നമ്മൾ ചെയ്യുവാണ്. എന്താണ് 3 കേസ് എന്ന് നോക്കാം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് രണ്ടിടത്തും വാല്യൂ ഉള്ള കേസാണ് ഈ ഫസ്റ്റ് കേസ്. രണ്ടിടത്തും വാല്യൂ ഉണ്ട്, കറസ്പോണ്ടിങ് ലൊക്കേഷനിൽ വാല്യൂ ഉണ്ട്. അപ്പോൾ കറസ്പോണ്ടിങ് ലൊക്കേഷൻ എങ്ങനെയാണ് നോക്കുന്നത്? M0യും M1ഉം N0യും N1ഉം അവിടെ രണ്ടിടത്തും ഈ സെയിം ഇത് തന്നെയാണ്. IIJJ എന്ന് പറഞ്ഞാൽ ഈ ലൊക്കേഷനാണത്. ഈ 02 എന്ന് പറയുന്ന ലൊക്കേഷനാണ്. അപ്പോൾ 02 എന്ന് പറഞ്ഞ ലൊക്കേഷൻ ആണെങ്കിൽ ഇവിടെ നോക്കിക്കേ, M0 AM0 = AM0, അതായത് 0th കോളത്തിൽ വരുന്ന വാല്യൂസിനെയാണ് നോക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. കോളത്തിൽ വരുന്ന വാല്യൂസും റോയിൽ വരുന്ന അതായത് ഇത് രണ്ടും ഈ കോളത്തിലും ഈ കോളത്തിലും വരുന്ന എലമെൻസിനെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് 0th കോളം, ഇത് ഫസ്റ്റ് കോളം. അതാണ് 0th കോളം ഫസ്റ്റ് കോളം, 0th കോളം ഫസ്റ്റ് കോളം. അപ്പോൾ ഇതിൻ്റെ 0th കോളം ഫസ്റ്റ് കോളം, 0th കോളം ഫസ്റ്റ് കോളം. അപ്പോൾ അതിൽ രണ്ടിലും വരുന്ന വാല്യൂസ് സെയിം ആണോ എന്നാണ് നോക്കുന്നത്. അതായത് 0 to 02, അതാണ് ഈ IIJJ. ഇതാണ് ഈ I, അതായത് 0th റോ സെക്കൻഡ് കോളം, അതാണ് IJ. 0th റോ സെക്കൻഡ് കോളം IJ. അങ്ങനെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ
എലമെൻറ്റിനെ നമ്മൾ ആഡ് ചെയ്യും. അതായത് CK2 എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്, ഈ വാല്യൂ CK2 എന്ന് പറയുന്നത് സിയുടെ K എന്ന് പറയുന്നത് ഈ റോയിലെ, 2 എന്ന് പറയുന്നത് ഈ കോളത്തിലെ, ആ നമ്പർ എന്ന് പറയുന്നത് ഈ 02-യിലുള്ളതും ഈ 02-യിലുള്ള നമ്പറിനെയും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടാണ്. അതാണ് AM2 പ്ലസ് BN2. AM2 പ്ലസ് AM2 എന്ന് പറയുന്ന ഇതാണ്, BM2 എന്ന് പറയുന്ന ഇതാണ്. BM2 AM2 പ്ലസ് BN2 അതാണ് CK2ൽ സ്റ്റോർ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ വാല്യൂ, അതായത് ലൊക്കേഷനാണ് ഈ ഷെയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് CK0യിലോട്ട് AM0, CK1ലേക്ക് AM1, BN0യും BN1 ആയാലും കുഴപ്പമില്ല. കാര്യം ഈ 02-നെയാണ് ഈ 02-യിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ CK0 ഈസ് ഈക്വൽ ടു AM0, CK1 ഈസ് ഈക്വൽ ടു AM1, അല്ലെങ്കിൽ BN0യും BN1 ആയാലും കുഴപ്പമില്ല. റിസൾട്ട് എന്ന് പറയുന്നത് CK2 ഈസ് ഈക്വൽ ടു AM2 പ്ലസ് BN2. എന്നിട്ട് എല്ലാം ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു. അവിടെ M ഇൻക്രിമെൻറ്റ് ചെയ്തു, N ഇൻക്രിമെൻറ്റ് ചെയ്തു, K ഇൻക്രിമെൻറ്റ് ചെയ്തു. ഇനി അടുത്തത് ഒരിടത്ത് മാത്രം വാല്യൂ ഉണ്ട്. അതായത് AM0യിൽ മാത്രം വാല്യൂ ഉണ്ട്. അതാണ് ഐയും ജെയും ഉള്ളത്. അങ്ങനെയാണെങ്കിൽ CK0യിലോട്ട് AM0യിലെ വാല്യൂവും CK1യിലോട്ട് AM1യിലെ വാല്യൂവും CK2യിലോട്ട് AM2യിലെ വാല്യൂവും എടുത്തു വച്ചു. എന്നിട്ട് M മാത്രം ഇൻക്രിമെൻറ്റ് ചെയ്തു. അതല്ല, മൂന്നാമത്തെ കേസ് ബിയിൽ മാത്രം വാല്യൂ ഉണ്ടെങ്കിൽ BN0 ഈസ് ഈക്വൽ ടു I, BN1 ഈസ് ഈക്വൽ ടു J. അങ്ങനെയാണെങ്കിൽ CK0യിലോട്ട് BN0 എടുത്തു വെച്ചു, CK1യിലോട്ട് BN1 എടുത്തു വെച്ചു, CK2യിലോട്ട് BN2 എടുത്തു വെച്ചു. അവിടെ N മാത്രം ഇൻക്രിമെൻറ്റ് ചെയ്തു, Kയും കൂടെ ഇൻക്രിമെൻറ്റ് ചെയ്യും. K ഇൻക്രിമെൻറ്റ് ചെയ്താലാണ് ഈ C എന്ന് പറയുന്ന മെട്രിക്സിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ഏറ്റവും അവസാനം നമ്മൾ എന്ത് ചെയ്യണം? ഈ ലൊക്കേഷൻ ഏറ്റവും അവസാനമാണ് ഫില്ല് ചെയ്യുള്ളൂ. എത്ര നമ്പർ ഉണ്ട്, അതായത് 1 2 3 4 5 6, നമുക്ക് ടോട്ടൽ റിസൾട്ടിൽ 6 നമ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, 1 2 3 4 5 6. ഈ 6 എന്ന് പറയുന്ന നമ്പറാണ് K-1ൽ കിട്ടുന്നത്. അതിനെ നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കണം. എവിടെ സ്റ്റോർ ചെയ്ത് വെക്കണം? ഈ റിസൾട്ടൻ മെട്രിക്സിൻ്റെ ഈ ലൊക്കേഷനിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. ഇതാണ് സ്പാർസ് മെട്രിക്സ് അഡീഷൻ. ഓക്കെ, താങ്ക് യു.